ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് നമുക്ക് മാരുതിയുടെ ഏറ്റവും പുതിയ വണ്ടിയായ ഓൾട്ടോ കേറ്റനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. മാരുതിയുടെ ഏറ്റവും പുതിയ ഓൾട്ടോ കേറ്റൻ ആണ് ഇത്. ഹാർട്ട് പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ് മാരുതി ഓൾട്ടോ കേറ്റൻ എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് മാരുതി ഓൾട്ടോ കേറ്റന് 6 എയർ ബാഗ് വരുന്നുണ്ട്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്, ABS ബ്രേക്കിംഗ് സിസ്റ്റം എല്ലാം വരുന്നുണ്ട്. പുതിയ ഓൾട്ടോ കേറ്റനിലേക്ക് വരുമ്പോഴത്തേന് മറ്റുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേന് ഏറ്റവും വലുപ്പത്തിലുള്ള ഹെഡ്ലാമ്പ് കാണാം. അതേപോലെ തന്നെ നല്ലൊരു ഫ്രണ്ട് ഗ്രില്ല് കാണാൻ പറ്റും. വശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സെൻറ്ററിൽ തന്നെയാണ് സൈഡ് ഇൻഡിക്കേറ്റർ വരുന്നത്. സൈഡ് മിറർ കാണാം, പക്ഷെ ബോഡി കളർ അല്ല വരുന്നത്, നമുക്ക് ബ്ലാക്ക് കളറാണ് വരുന്നത്. ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേന് നമുക്കിവിടെ ഓൾട്ടോ കേറ്റൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബാഡ്ജിങ് ആണ്. നമ്മുടെ ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണാം, അടിപൊളിയാണ് അത് കാണാൻ വേണ്ടി. ഓൾട്ടോ കേറ്റന് വരുമ്പോഴത്തേന് പഴയ ഓൾട്ടോ കേറ്റനെക്കാളും നമുക്ക് 45 മില്ലിമീറ്റർ ഹൈറ്റ് കൂടുതലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വീൽ ബേസ് 20 മില്ലിമീറ്റർ പഴയ ഓൾട്ടോ കേറ്റനേക്കാളും നമുക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഡോറ് തുറന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞ് ഓൾ ബ്ലാക്ക് തീമിലാണ് വന്നിരിക്കുന്നത്. ഇത് ഓൾട്ടോ കേറ്റൻ VXA വേരിയന്റ് ആണ്. സൈഡിലേക്ക് വരുമ്പോഴത്തേന് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിൽ അടിപൊളിയാണ്. അതേപോലെ തന്നെ നമുക്ക് സ്റ്റീരിയോ വരുന്നുണ്ട്, 2 ഡോറിലും സ്പീക്കറും അതിൻ്റെ വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് പെൻ ഡ്രൈവ് കുത്താം. അതേപോലെ തന്നെ ഓക്സോ ഉണ്ട്, ബ്ലൂടൂത്ത് ഫംഗ്ഷനും വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫോണൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള കൺട്രോൾസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോയുടെ തൊട്ട് താഴെ തന്നെയാണ് പവർ വിൻഡോയുടെ സ്വിച്ചസ് വരുന്നത്. 4 സൈഡ് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് അവിടെ തന്നെയാണ് വരുന്നത്. താഴെ AC വെൻ്റ് കൊടുക്കാം. 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മൊബൈലൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വെള്ളമൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിലത്തെ 2 ഡോറിലാണ് നമുക്ക് സ്പീക്കർ വരുന്നത്. അതേപോലെ തന്നെ വെള്ളക്കുപ്പിയൊക്കെ വെക്കാൻ വേണ്ടി ഡോറിലും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓൾട്ടോ കേറ്റന് നമുക്ക് 6 എയർ ബാഗ് ആണ് വരുന്നത്. നമുക്ക് സ്റ്റിയറിംഗ് വീല് വരുന്നുണ്ട്, കോ ഡ്രൈവറിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ നമുക്ക് കർട്ടൻ എയർ ബാഗ് വരുന്നുണ്ട്. ഡ്രൈവർ സീറ്റിലും കോ ഡ്രൈവർ സീറ്റിലും നമുക്ക് എയർ ബാഗ് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് 6 എയർ ബാഗാണ് നമുക്ക് ഓൾട്ടോ കേറ്റനിൽ നമുക്ക് വരുന്നത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ പഴയ ഓൾട്ടോയുമായിട്ട് ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. നമുക്ക് ഇപ്പം എല്ലാം ഡിജിറ്റലാണ് വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് വാർണിങ്ങും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ക്ലസ്റ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിലോമീറ്ററിൻ്റെ കാണാം. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലാണെങ്കിൽ ഒരു നോബുണ്ട്. നോബയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് മീറ്റർ കാണാം. അതേപോലെ തന്നെ കിലോമീറ്റർ പെർ ലിറ്റർ ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് കിട്ടുന്ന മൈലേജ് നമുക്കിവിടെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ആവറേജ് മൈലേജ് അത് നമുക്കിവിടെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 0 ആക്കി നമുക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തൊരു ഫീച്ചേഴ്സാണ് നമുക്ക് റേഞ്ച് കാണിക്കുന്നത്. അതായത് നമുക്ക് കിടക്കുന്ന പെട്രോളിൽ നമുക്ക് മാക്സിമം എത്ര കിലോമീറ്റർ വരെ പോകും എന്നുള്ളതും നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ സ്പീഡോമീറ്റർ എല്ലാം നമുക്ക് ഡിജിറ്റലായിട്ടാണ് വരുന്നത്. നമ്മുടെ ഓൾട്ടോ കേറ്റന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 45 മില്ലിമീറ്റർ നമുക്ക് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഹെഡ് റൂമും കാര്യങ്ങളും എല്ലാം നമുക്ക് ഓൾട്ടോ കേറ്റന് വരുന്നുണ്ട്. നല്ല സുഖമായിട്ട് നമുക്ക് ഇരിക്കാവുന്ന സീറ്റിംഗ് പൊസിഷനാണ് വന്നിരിക്കുന്നത്. മുകളിലേക്ക് വരുമ്പോഴത്തേന് സൺഷെയ്ഡ് കാണാം, മിറർ കാണാം. 2 സൈഡിലും നമുക്ക് സൺഷെയ്ഡ് വരുന്നുണ്ട്, പക്ഷേ അതിൽ മിററും കാര്യങ്ങളൊന്നും വരുന്നില്ല. ബാക്ക് ഡോർ തുറന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സ്പേസും കാര്യങ്ങളും പുതിയ ഓൾട്ടോ കേറ്റന് വരുന്നുണ്ട്. സെൻട്രലാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു കപ്പ് ഹോൾഡറും കാര്യങ്ങളും വരുന്നുണ്ട്. അങ്ങനെ ബാക്ക് സീറ്റും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഓൾട്ടോ കേറ്റൻ്റെ ഡിക്കി വന്നിട്ട് ഇതാണ്. നമുക്ക് ഇതിപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഓൾട്ടോ കേറ്റൻ VXA ആണ്. VXAക്ക് നമുക്ക് പാർസൽ ട്രേ വരത്തില്ല. സ്പെയർ വീലും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ വരുന്നുണ്ട്. നമുക്ക് സീറ്റ് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ 2 നോബ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് മുകളിലേക്ക് വലിച്ചിട്ടാണ് നമുക്ക് സീറ്റ് അങ്ങോട്ട് ഫോൾഡ് ചെയ്യുന്നത്. ഇഷ്ടംപോലെ സ്പേസ് വരുന്നുണ്ട് പുതിയ ഓൾട്ടോ കേറ്റൻ. നമ്മുടെ മാരുതി ഓൾട്ടോ കേറ്റൻ്റെ എൻജിൻ റൂമാണ്. ഓൾട്ടോ കേറ്റൻ്റെ എഞ്ചിൻ വന്നിട്ട് ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ VVTയിൽ വരുന്ന എഞ്ചിനാണ്. കേറ്റൻ C പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഇതിൻ്റെ പവർ വന്നിട്ട് 15.4 കിലോ വാട്ടും ടോർക്ക് വന്നിട്ട് 91.1 ന്യൂട്രൺ മീറ്ററുമാണ് ഇതിൻ്റെ പവർ വരുന്നത്. അപ്പം നിങ്ങൾ പുതിയൊരു ഓൾട്ടോ കേറ്റനാണ് നോക്കുന്നതെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ നേരെ AVG മോട്ടോഴ്സിലേക്ക് പോരുക. നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. നമുക്ക് ഏകദേശം ഒരു 40,000 രൂപയുണ്ടെങ്കിലും ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് പുതിയ ഓൾട്ടോ കേറ്റൻ നമുക്ക് ഇറക്കാവുന്നതാണ്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.